അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മുടെ അടിയനത്തിന്റെ കുറച്ച് തൈകളുണ്ട് കേട്ടോ. കുറച്ചല്ല, ഏകദേശം 200 തൈ എടുത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ. അപ്പൊ അതെല്ലാം തന്നെ ഗ്രാഫ്റ്റഡ് വെറൈറ്റിയുടെ വിത്തുകളാണ് മുളച്ചു കിട്ടി കേട്ടോ. അപ്പൊ അതിനൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് ഏകദേശം ഒരു 50 ദിവസം കഴിഞ്ഞ തൈ കേട്ടോ. അപ്പൊ ഇതിനകത്തൊരു വളർച്ച ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു. കാരണം അതിനൊരു വളർച്ചയ്ക്ക് ആവശ്യമായുള്ള വളങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള പ്രോട്ടീൻസ് ഒന്നും ചട്ടിയിലില്ല. ഇതിന് നിൽക്കും തോറും മുരടിച്ചു പോകും ഇതിനകത്തേക്ക്. അപ്പൊ നമ്മൾ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി. അപ്പൊ റിപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ റിപ്പോർട്ടിംഗ് മിക്സ് പോലത്തെ തന്നെ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടി അതുപോലെ മണല്, ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 200 എണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര അധികം പോട്ടിംഗ് മിക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. മണ്ണും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലത്തെ ചെറിയ കവറുകളാണ് നമ്മൾ തൈ പാകാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കിലോയ്ക്ക് 180 രൂപയാണ്. 1 കിലോ ഒക്കെ മേടിച്ച ഏകദേശം 200 എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് വലിയ മുടക്കും ആകത്തില്ല. ഒരു ചട്ടിയൊന്നും മേടിക്കുന്നത്ര മുടക്കും ആകത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറേയൊക്കെ പോകും. നമുക്ക് അധികം ഇതാകുമ്പോൾ നമുക്ക് അധികം വേസ്റ്റ് ആവത്തില്ല, നഷ്ടം വരത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കവറാണ് മേടിച്ചത്. അപ്പൊ ഞാൻ ഇനിയിപ്പോ റിപ്പോർട്ട് ചെയ്യുന്ന രീതികളൊക്കെ കാണിച്ചില്ല. അപ്പൊ നമ്മൾ പോട്ടി മിക്സ് ശരിക്കും നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം. പിന്നെ സാഫൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സാഫൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തു. നമ്മൾ വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്തിട്ടേ ഇല്ല. കാരണം ചാണകപ്പൊടിക്ക് ചെറിയ നനവുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഈർപ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഈ കൂടെല്ലാം നിറയ്ക്കണം. അപ്പൊ നിറച്ചിട്ട് വരാം കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 10-75 കൂട് നിറച്ചു കിട്ടും. അപ്പം ഇനിയും കുറേ കൂടെ നിറയ്ക്കാനുണ്ട്. നിറയ്ക്കലൊന്നും ആയില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ എടുക്കും ഏകദേശം നമ്മുടെ കൂടൊക്കെ നിറച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മുടെ കൂടെല്ലാം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 150 കൂട് വെച്ചാണ്ട് നിറച്ചോളാം എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ കൂടുണ്ട്. അപ്പം പോട്ടി മിക്സ് തീർന്നു പോയി. ഇനി ഇവരെ എല്ലാം കൂടെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പൊ എന്നിട്ട് ബാക്കിയൊക്കെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളൊരു പകുതി അടുത്ത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു വളർച്ച ഇതാണ് ഇതിന്റെ വലുവ്. ഇനിയിപ്പോ ഇതിനെല്ലാം കൂടെ നമ്മൾ പതുക്കെ കൂട്ടിലേക്ക് ആക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറിച്ച് ഏകദേശം ഒരു 150 തൈ എടുത്തിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി തൈകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പറിച്ച് വയ്ക്കാനുണ്ട്. അപ്പൊ നമുക്ക് പോട്ടി മിക്സ് കഴിഞ്ഞില്ല. ഇനി കുറച്ച് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് വേണം ബാക്കി തൊഴിൽ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.